ക്വസ്റ്റ്യൻ നമ്പർ 7 നേരെ നോക്കിയിരുന്നോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 7 വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. നേരെ നോക്കിയിരിക്കണം. ഇവിടെ സെന്റർ ചോദിച്ചാലേ ഒന്നും നോക്കേണ്ടത്. ഇങ്ങനെ ഒരു സാധനം ചോദിച്ചിട്ട് സെന്റർ ചോദിച്ചാലേ സെന്ററും റേഡിയസും ചോദിച്ചാലേ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വെരി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. സെന്റർ എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെ മാത്രം ചെയ്താൽ മതി. സെന്റർ. ഞാനിപ്പോ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ മുമ്പ് ഇതിൽ സെന്ററും റേഡിയസും ഒന്ന് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ എന്ത് സിമ്പിൾ ആണോ വരുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് എഴുതുക. നേരെ ഓപ്പോസിറ്റ് എഴുതുക. സെന്റർ 1 3 ആയിരിക്കും. കാരണം ഇതാണ് ഇക്വേഷൻ. ഇതിൽ AB എന്ന് പറഞ്ഞതാണ് സെന്റർ. സോ -1 ആണെങ്കിൽ +1 എഴുതുക. ക്ലിയർ ആണോ? -3 ആണെങ്കിൽ എന്ത് എഴുതുക? +3 എഴുതുക. ക്ലിയർ അല്ലേ? റേഡിയസ് ചോദിച്ചാൽ വെരി ഈസി ആണ്. റേഡിയസ് എന്താന്ന് ചോദിച്ചാൽ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇവിടെ ഒരു ഒറ്റക്ക് നിൽക്കുന്ന ഒരാളുണ്ടാവില്ലേ, അയാളെ റൂട്ട് എടുത്ത് എഴുതുക. റേഡിയസ് ചോദിച്ചാൽ ഇവിടെ ഒറ്റക്ക് നിൽക്കുന്ന ഒരാളുണ്ടാവില്ലേ, അയാളെ റൂട്ട് എഴുതുക. വാട്ട് ഈസ് റൂട്ട് 9 3. സോ സെന്റർ 1 3 റേഡിയസ് സെന്റർ 1 3 നില്ല ഓപ്ഷൻ ഉണ്ടോ? ഇതില് സെന്റർ 1 3 നില്ല ഓപ്ഷൻ ഉണ്ടോ? സെന്റർ 1 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താ? സെന്റർ 1 3 ആണ്. റേഡിയസ് 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? അതില് റേഡിയസ് 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പൊ ഏതാ ശരി? 2ഉം 3ഉം ആണ് ശരി. 2ഉം 3ഉം മാത്രമാണ് ശരി. ക്ലിയർ അല്ലേ? വെരി സിമ്പിൾ. സെന്റർ ചോദിച്ചാലേ ഇവിടെ എന്ത് സിമ്പിളാണോ വന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്ന ഒരാൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പറയണം. x+1 ഹോൾ സ്ക്വയർ y - 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. വാട്ട് ഈസ് എ സെന്റർ? ഇതിന്റെ സെന്റർ എന്താ? -1 + 2. മനസ്സിലായോ? വാട്ട് ഈസ് റേഡിയസ്? വാട്ട് ഈസ് റേഡിയസ്? റൂട്ട് 25 വരും 5. ഇങ്ങനെയാണ് ചെയ്യേണ്ട പ്രോസസ്സ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏത് കുട്ടിക്കും ഈസി ആയിട്ട് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8 ഓൾസോ വെരി സിമ്പിൾ. ഈ ക്വസ്റ്റ്യൻ നമ്പർ 8ഉം നോട്ട്ബുക്കിൽ ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ട്. അതില് സർക്കം റേഡിയസും ഉണ്ട്, ഇൻ റേഡിയസും ഉണ്ട്. സർക്കം റേഡിയസും ഇൻ റേഡിയസും ഉള്ള ക്വസ്റ്റ്യൻ ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നേരെ നോക്കിയിരുന്നോളൂ. ഇത് ഒരു ട്രയാങ്കിള്. ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. സർക്കിള്. അതിന്റെ ഉള്ളിൽ എന്തുണ്ട് എന്നറിയോ? അതിന്റെ ഉള്ളിൽ എന്തുണ്ട് എന്നറിയോ? വീണ്ടും ഒരു സെക്കൻഡ്. അതിന്റെ ഉള്ളിൽ വീണ്ടും ഒരു ഇതുണ്ട്. എന്ത്? ഒരു ട്രയാങ്കിള് ഇങ്ങനെ വരച്ചു. ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചു. അതിന്റെ ഉള്ളില് ഇങ്ങനെ ഒരു ഇത് വരച്ചു. പുറത്ത് വീണ്ടും ഒരു സർക്കിൾ വരച്ചു. അപ്പൊ അതിൽ എന്തൊക്കെയുള്ളത്? സർക്കിളിന്റെ ട്രയാങ്കിളിന്റെ പുറത്ത് സർക്കിൾ ഉണ്ട്. അതിനെന്താ പറയാ? ട്രയാങ്കിളിന്റെ പുറത്ത് സർക്കിൾ വന്ന അതിനെന്താ പറയാ? സർക്കം സർക്കിൾ എന്നാ പറയാ. സർക്കം സർക്കിൾ. ട്രയാങ്കിളിന്റെ ഉള്ളിൽ സർക്കിൾ വന്ന അതിനെന്താ പറയാ? ഇൻ സർക്കിൾ. ഇന്ന് അങ്ങനെ പറഞ്ഞ ട്രയാങ്കിളിന്റെ ഉള്ളിലാണെങ്കിൽ ഇന്ന്, പുറത്താണെങ്കിൽ സർക്കം. മനസ്സിലായോ? പുറത്തുള്ളിൽ എന്താ പറയാ? സർക്കം. ഉള്ളിലുള്ളിൽ എന്താ പറയാ? സോ ഇനി നേരെ ശ്രദ്ധിച്ചോ. ഇത് ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിനെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു സാധനം വരയ്ക്കുക. ഇങ്ങനെ ഒരു സാധനം വരച്ചു കൊടുക്കുക. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് കഴിഞ്ഞ മോഡലിനും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ട പ്രോസസ് എന്താണ് നേരെ കേട്ടിരുന്നോളൂ കേട്ടോ. ഞാൻ ആ റെഡ് ഡോട്ട് വരച്ചത് എന്ത് റേഡിയസാ? റെഡ് എന്ത് റേഡിയസാ? ഇൻ റേഡിയസ്. റെഡ് ആണ് ഇൻ റേഡിയസ്. റെഡ് ഇൻ റേഡിയസ് ആണ്. ഈ ഗ്രീൻ എന്താ? സർക്കം റേഡിയസ്. ഇതില് റെഡ് എന്താണ്? ഇൻ റേഡിയസ്. പഠിക്കേ. റെഡ് എന്താണ്? ഇൻ റേഡിയസ്. ഗ്രീൻ എന്താണ്? ഗ്രീൻ വരെ എന്താണ്? സർക്കം. ഈ പിക്ചർ അങ്ങോട്ട് വരച്ചു വെച്ചാൽ ഇതിന്റെ മാർക്കായി. മക്കളെ ഇങ്ങനെയാണ് ചെയ്യേണ്ട പ്രോസസ്സ്. ഇവിടെ
30 വരും. ഇത് 30 ഡിഗ്രി ആയിരിക്കും വരിക. ഇത് എത്ര വരിക? ഇത് 60. ഇത് എത്ര വരിക? 90. ഇവിടെ R എന്ന് വരും. റേഡിയസിന് R എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 90ക്ക് ഓപ്പോസിറ്റ് എത്ര ആറാ വരിക? 2R ആണ് വരിക. കണ്ടോ, ഒന്നൊന്നിന്റെ ഡബിൾ ആണ് വരിക. എങ്ങനെ വന്നെന്ന് വെച്ചാല് 30ക്ക് ഓപ്പോസിറ്റ് എന്താണോ വരുന്നത്, നേരെ ശ്രദ്ധിച്ചട്ടോ, 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താണോ വരുന്നത് അതിന്റെ ഡബിൾ ആയിരിക്കും 90ക്ക് ഓപ്പോസിറ്റ്. സോ ഇത് രണ്ടും ശരിയാണ്. ഈ 30, 60, 90 വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1 എന്നതാണ്. കാരണം 30, 60 വെച്ചിട്ടല്ലേ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇതിപ്പോ ഒരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം ചെയ്യുന്നത് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇത് ഇതിന്റെ റീസൺ ആണ് എന്നുള്ളതായിരിക്കും ആൻസർ. മനസ്സിലായോ? സോ ഈ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ടും പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കട്ടോ. പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് 4 മാർക്കിന് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രൂഫാണിത്. നിങ്ങൾ ഈ ഫിഗറും, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഫിഗർ അങ്ങോട്ട് വരച്ചു വെച്ചാൽ മാർക്കും കിട്ടും. ഈ ഫിഗർ അങ്ങോട്ട് വരയ്ക്കുക, ഇവിടെ 6 എന്ന് എഴുതുക, ഇവിടെ 2R എന്ന് എഴുതുക, 4 മാർക്കും കിട്ടും. ഈ മാർക്ക് ഒരു കാരണവശാലും കളയരുത്. ഫിഗർ വരച്ചു വെക്കുക, ഇവിടെ 6 എന്ന് എഴുതുക, ഇവിടെ 2R എന്ന് എഴുതുക, മാർക്കായി. എന്ത് മാത്രങ്ങൾ ഒരു പ്രൂഫ് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ലേ, നിങ്ങൾ പഠിക്കണ്ട. എന്ത് പഠിച്ചാൽ മതി? ഈ ഫിഗർ പഠിക്കുക. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്, ഒരു പണിയില്ലാത്ത സിമ്പിൾ സംഭവമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 കൂടി പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 9 ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എല്ലാവരും എങ്ങനെയെങ്കിലും പാസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞാലേ ഷെയ്ഡ് ചെയ്ത മുഴുവൻ ആഡ് ചെയ്യുക. 30, 40, 50. എത്ര? 30, 40, 50 ആഡ് ചെയ്താല് 120. അത് മുകളിൽ എഴുതുക. ടോട്ടൽ എത്ര ഉണ്ടാവും? 360. അത് താഴെ എഴുതുക. ഇനി ഇതുവരെ എഴുതിയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. അത് ചെറുതാക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിലും എക്സാമിന് മാർക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഒന്നുമില്ല. ഇതൊക്കെ തെറ്റിക്കുന്ന ആളുകളെ എന്ത് വിളിക്കണം എന്നൊക്കെ അറിയില്ല. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രോബബിലിറ്റി വെച്ചാലേ ഇതിൽ ഷെയ്ഡ് ചെയ്ത മൊത്തം മുകളിൽ എഴുതുക. 30, 40, 50 മുകളിൽ എഴുതുക. ടോട്ടല് താഴെ എഴുതുക. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. വേഗം പഠിച്ചോ.